ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹേ ദിവ്യഭാരതി കൃപാംബുനിധേ കദാഹം തത്പദ്മനേത്ര യുഗളാഭിമുഖോ ഭവാമി. ഏവം ഭവാമി യദി ദുർലഭമത്ര കിം മേ ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 88-ാം ഭാഗം അവതരണം ബോധാനന്ദ സ്വാമികൾ ഗുരുസന്നിധിയിൽ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുവാൻ എത്തിച്ചേർന്ന ഗുരുദേവനെ ജനങ്ങൾ വലിയൊരു ഘോഷയാത്രയായിട്ടാണ് സ്വീകരിച്ചു കൊണ്ടുപോയത്. അവിടെ എത്തിയ ശേഷം വൈദിക കാര്യങ്ങൾക്കായി ഉണ്ടാക്കിയിരുന്ന ഒരു പണ്ടകശാലയിൽ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം പ്രമുഖരായ ഒട്ടേറെ ഗുരുദേവ ഭക്തന്മാർ ഗുരുദേവന്റെ സമീപത്തുണ്ടായിരുന്നു. അതേ നേരത്ത് തൃശൂരിൽ അവധൂത മഠം സ്ഥാപിച്ച് സാമൂഹ്യ അനാചാരങ്ങളെ ദൂരീകരിക്കുന്നതിനായി ഒരു വിപ്ലവ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ബോധാനന്ദ സ്വാമികളും ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ എതിർത്തും ക്ഷേത്ര സ്ഥാപനത്തെ പ്രതികൂലിച്ചും ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാമികൾ. വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഗുരുദേവന്റെ ശൈലിക്കും സമീപനത്തിനും വിരുദ്ധമായ നിലപാടായിരുന്നു ബോധാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്നത്. ആ വൈരുദ്ധ്യം ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ കാരണമാകുമെന്ന് ബോധ്യപ്പെട്ട മൂക്കോത്തുകുമാരൻ, CV ഗോപാലൻ മുൻസിഫ്, C കൃഷ്ണൻ വക്കീൽ, അയ്യാക്കുട്ടി ജഡ്ജി എന്നിവർ ബോധാനന്ദ സ്വാമിയുടെ അടുത്തെത്തി. ഗുരുദേവനുമായി സ്വാമികൾ കൂടിക്കാഴ്ച നടത്തണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ഗുരുദേവന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം കേട്ടിരുന്ന ബോധാനന്ദ സ്വാമികൾ ഒടുവിൽ ഗുരുദേവനെ കാണുവാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ ആശയഗതിയും പ്രവർത്തന ശൈലിയും ഗുരുദേവന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഇത് തന്നെയാണ് ഉചിത സമയമെന്നും സ്വാമികൾ ചിന്തിച്ചു.
ബോധാനന്ദ സ്വാമികൾ തൻ്റെ അനുചരന്മാരുമായി ഗുരുദേവനെ ദർശിക്കുവാൻ പണ്ടകശാലയിലേക്ക് വരുന്ന വിവരം ഒരാൾ ഗുരുദേവനെ അറിയിച്ചു. ഒരു വെള്ളമുണ്ട് ഉടുത്തും അതുപോലെ മറ്റൊന്ന് ശിരസുവഴി പുതച്ചും നിർമ്മമനായി ഇരിക്കുകയായിരുന്നു ഗുരുദേവൻ. തലയെടുപ്പോടെ അവിടേക്ക് കയറിച്ചെന്ന ബോധാനന്ദ സ്വാമികൾ ഗുരുദേവനെ കണ്ട മാത്രയിൽ തന്നെ ശിരസ് കുനിക്കുകയും ആ യോഗ നയനങ്ങളിലെ ദിവ്യ ചൈതന്യം ദർശിച്ച് ദണ്ഡ നമസ്കാരം നടത്തുകയും ചെയ്തു. അപ്പോൾ ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയോട് ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുകയുണ്ടായില്ല. ചൈതന്യ സ്വാമികളും പിൽക്കാലത്ത് അച്യുതാനന്ദ സ്വാമികളായി തീർന്ന അച്യുതൻ ശാന്തിയും അപ്പോൾ ഗുരുസന്നിധിയിൽ ഉണ്ടായിരുന്നു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ബോധാനന്ദ സ്വാമികൾ ഗുരുസന്നിധിയിൽ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.